നമസ്കാരം. ഇന്നത്തെ മലയാളം പത്രങ്ങൾ കണ്ട അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി. എല്ലാ പത്രങ്ങൾക്കും സമാനതകളുണ്ട്. എല്ലാവരും വികാരഭരിതരായി പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്, അതും വളരെ പ്രാധാന്യമുള്ള വാർത്തയാക്കിയിരിക്കുന്നത്, ടെക്സാസ് സംസ്ഥാനത്തെ സാൻ അന്റോണിയയിൽ നിന്നും പ്രത്യേക മിലിറ്ററി വിമാനത്തിൽ 205 യാത്രക്കാരുമായി 4-ാം തീയതി അതിരാവിലെ പുറപ്പെട്ട 5-ാം തീയതി പാതിരാത്രിയിൽ ഇവിടെ എത്തിയ അമേരിക്കൻ സൈനിക വിമാനത്തിലെ മനുഷ്യവിരുദ്ധ മാനവവിരുദ്ധ പ്രവൃത്തിയെക്കുറിച്ചാണ്. വളരെ വികാരഭരിതമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. എല്ലാവരും പൊട്ടിക്കരയുന്നു, രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ. ഏറ്റവും വലിയ പത്രമായ മനോരമ നോക്കുക. നാടുകടത്തൽ, മനുഷ്യാവകാശങ്ങൾ കാറ്റിൽ പറത്തി US, ചെങ്ങലയിട്ട ഭ്രാന്ത്. ഇന്ത്യക്കാരെ വിലങ്ങും ചെങ്ങലയും അണിച്ച് വീഡിയോ US പുറത്തുവിട്ടു. US രീതി എന്ന് മന്ത്രി ജയശങ്കർ. ലോക്സഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ഇങ്ങനെയല്ല ബ്രസീലും കൊളംബിയയും പ്രതികരിച്ചത്. മനോരമയുടെ പേജ് മുഴുവൻ ഈ വാർത്തയാണ്. മാതൃഭൂമി അവരുടെ ഫെസ്റ്റിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് മുകളിൽ അത് കൊടുത്തെങ്കിലും താഴേക്ക് നോക്കിയാൽ അവരും വലിയ വിലങ്ങിൽ വിങ്ങൽ. വിലങ്ങണിയിച്ച് US നാടുകടത്തൽ, ഇരുസഭയിലും പ്രതിപക്ഷ ബഹളം, വിലങ്ങണിഞ്ഞ് പാർലമെന്റിന് മുന്നിൽ സമരം എന്ന് പറഞ്ഞ് മാതൃഭൂമിയും പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു. മനോരമയും മാതൃഭൂമിയും ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ മാധ്യമം എങ്ങനെയാവും എന്ന് ചിന്തിക്കാവുന്നതാണ്. മാധ്യമം ഞെട്ടിവിറച്ച് പൊട്ടിക്കരഞ്ഞ് കൈവിലങ്ങിൻ്റെ ദൃശ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. കൈവിലങ്ങിട്ടിരിക്കുന്നത് അമേരിക്കയിൽ ഇവിടുത്തെ MP മാരാണ്. കയ്യിൽ വിലങ്ങ്, കാലിൽ ചങ്ങല എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട തലക്കെട്ട്. US നടപടിയിൽ കേന്ദ്രം പ്രതിക്കൂട്ടിൽ. സാധാരണ നടപടിക്രമമെന്ന് ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി. കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം. ദൃശ്യം പുറത്തുവിട്ട് US. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ രാജ്യ താല്പര്യങ്ങൾ പരിഗണിച്ച് വാർത്ത കൊടുക്കുന്ന കേരള കൗമുദിക്ക് പോലും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. നാടുകടത്തിയ ഇന്ത്യക്കാരുടെ US ക്രൂരത വിലങ്ങ് വെച്ചു, ചങ്ങലക്കിട്ടു എന്ന് പറഞ്ഞ് കേരള കൗമുദിയും പ്രധാന വാർത്തയാക്കിയിരിക്കുന്നു. നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ദീപിക. ഇന്ത്യക്കാരെ കൂച്ചുവിലങ്ങിട്ട് നാടുകടത്തി അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധമരമ്പി. അപമാന ഭാരം എന്ന് പറഞ്ഞാണ് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. മംഗളം സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തത്. ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മംഗളത്തിന്, ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയും ഒരു വിവാദത്തിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മംഗളം നാടുകടത്തലിൽ സഭ പ്രക്ഷുബ്ധം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്നു. കലാകൗമുദി എന്ന് പറഞ്ഞ പത്രം തിരുവനന്തപുരത്ത് ഇറക്കുന്നുണ്ട്. കേരള കൗമുദി അല്ല, വിലങ്ങിട്ട് അപമാനിച്ചു എന്നാണ് കലാകൗമുദി കൊടുത്തിരിക്കുന്നത്. സുപ്രഭാതമടക്കമുള്ള മറ്റ് പത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് കേരളത്തിൻ്റെ പൊതുവികാരം ട്രംപിൻ്റെ അമേരിക്ക മോദിയുടെ ഇന്ത്യയെ അപമാനിച്ചു എന്നതാണ്. അത് തന്നെയാണ് ഈ വാർത്താ വിപ്ലവത്തിൻ്റെ യഥാർത്ഥ കാരണം. ബൈഡൻ്റെ അമേരിക്ക ആയിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ വിപ്ലവം ആകുമായിരുന്നില്ല. ഇനി രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ ആയിരുന്നെങ്കിലും ഇത് ഇത്രയും വലിയ വിപ്ലവമാകുമായിരുന്നില്ല. ട്രംപിൻ്റെ അമേരിക്ക മോദിയുടെ ഇന്ത്യയെ അപമാനിച്ചു എന്നത് തന്നെയാണ് ഇതിന് ഹൈലൈറ്റ്. ഇത് കേൾക്കുന്ന സാധാരണ മനുഷ്യർക്ക് തോന്നും, ഇത് മനുഷ്യത്വരഹിതമല്ലേ, കൈവിലങ്ങിട്ട് കാലിൽ ചങ്ങലയിട്ടൊക്കെ കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് തോന്നും. സ്വാഭാവികമാണ്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുക, അത് മോദിക്കെതിരായി പ്രയോഗിക്കുക എന്നത് മാത്രമാണ് ഈ വാർത്തകളുടെ ലക്ഷ്യം. വാസ്തവത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം വിശദമായി പരിശോധിക്കണം. ആദ്യമേ പറയട്ടെ, ഒരു മനുഷ്യനെയും കൈവിലങ്ങിട്ടും കാലിൽ ചങ്ങലയിട്ടും കൊണ്ടുപോകരുത്. അത് ക്രിമിനൽ കുറ്റവാളികളാണെങ്കിലും അങ്ങനെ ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അമേരിക്കയുടെ മുമ്പിൽ മറ്റ് വഴി എന്താണുള്ളത്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കയറ്റി വിട്ടിരിക്കുന്നവരൊക്കെ നിരപരാധികളായ മനുഷ്യരല്ല. ഭൂരിപക്ഷം പേരും ക്രിമിനലുകളാണ്. ഈ നിരപരാധികളായ അനധികൃതമായി കുടിയേറിയ അവരെ അവിടെ അറസ്റ്റ് ചെയ്ത് ചില നടപടിക്രമങ്ങൾക്കൊക്കെ ശേഷം മാത്രമേ തിരിച്ചയക്കാൻ കഴിയൂ. എന്നാൽ അനധികൃതമായി അവിടെ എത്തി ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇവരിൽ മിക്കവരും തന്നെ ബൈഡൻ ഭരണകാലത്ത് തന്നെ പിടികൂടപ്പെട്ടവരാണ്. അല്ലാതെ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഓടിപ്പോയി പിടിച്ചവരല്ല. എന്നിട്ട് ഇവർക്ക് വിസയില്ലാത്തത് കൊണ്ട് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇവരെ ഡിറ്റൻഷൻ സെന്ററുകളിൽ സൂക്ഷിച്ചിരുന്നു. അവരെയാണ് ലിസ്റ്റ് നോക്കിയിട്ട് ട്രംപ് ഈ പട്ടാള വിമാനത്തിൽ കയറ്റി അയക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, തീർച്ചയായും ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ്. അമേരിക്ക ഇപ്പോൾ ഇങ്ങനെയാണ്, ആരും ഇങ്ങോട്ട് വരണ്ട എന്ന സന്ദേശം ഈ രാജ്യങ്ങൾക്ക് കൊടുക്കണം. ഇപ്പോൾ ഈ വാർത്ത ഇങ്ങനെ വരുന്നതിൽ അമേരിക്ക സന്തോഷമാണ്. കാരണം ഇന്ത്യയിലെ പത്രങ്ങൾ മുഴുവൻ ട്രംപിനെതിരെയും മോദിക്കെതിരെയും വാർത്ത കൊടുക്കുന്നു. അവർ കൊടുത്താൽ ഇത് ട്രംപിനെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇന്ത്യക്കാർ അവിടെ പോയി വോട്ട് ചെയ്യുന്നില്ല. മോദിയെ ബാധിച്ചാലും ട്രംപിനെ ബാധിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അനധികൃതമായി അങ്ങോട്ട് എത്താൻ ആഗ്രഹിക്കുന്നവർ പതിയെ പത്തി താഴ്ത്തും. അത് തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ ലോകത്തിന് മുൻപിൽ ഒരു ഭീതി സൃഷ്ടിച്ച് അങ്ങോട്ട് വരാതിരിക്കുക എന്ന അടവ് തന്ത്രം തന്നെ. മാത്രമല്ല,
സാങ്കേതികമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയുന്നത് കേട്ടാൽ യാത്രാ വിമാനത്തിൽ കൊണ്ടുവരുന്നതാണ് ചെലവ് കുറവെന്ന് തോന്നും. തെറ്റാണ്. റോയിറ്റേഴ്സ് കൃത്യമായി വിലയിരുത്തി എഴുതിയിട്ടുണ്ട്. ഒരു യാത്രാ വിമാനത്തിൽ ഒരാളെ കൊണ്ടുവരുന്നതിൻ്റെ 10 ഇരട്ടി ചെലവ് കൂടുതലാണ് യുദ്ധവിമാനത്തിൽ കൊണ്ടുവരുന്നത്. യാത്രാ വിമാനം യാത്രക്കാരെ കൊണ്ടുവരാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്തരത്തിലാണ്. അതിൻ്റെ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ചെലവ് കുറവാണ്. എന്നാൽ മിലിറ്ററി വിമാനം സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ കുറച്ച് യാത്രക്കാരെ മാത്രം കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. അതിന് ഇന്ധന ചെലവടക്കം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഒരു യുദ്ധവിമാനം ഈ 4-5 മണിക്കൂർ ദൂരമുള്ള ഗുവാഹട്ടിമലയിലേക്ക് പറക്കണമെങ്കിൽ മണിക്കൂറിന് $27,500 ചെലവ്. അതേസമയം ഒരു യാത്രാ വിമാനം ചാർട്ട് ചെയ്ത് അയച്ചാൽ $17,000 മാത്രമേ ചെലവുള്ളൂ. ഒരു വിമാനത്തിന് മുഴുവൻ യാത്രയുടെ കാര്യമാണ്. ഇത് ഒരു മണിക്കൂറിന് $28,500 ചെലവാകും. അതിന്റെ കണക്കിങ്ങനെയാണ് പറയുന്നത്. ഒരു അനധികൃത കുടിയേറ്റക്കാരനെ അമേരിക്കയിൽ നിന്നും ഗുവാഹട്ടിമലയിലേക്ക് സൈനിക വിമാനത്തിൽ അയക്കാൻ $4,675 ചെലവാകുമ്പോൾ കേവലം $630 മാത്രമേ അതൊരു ചാർട്ടേഡ് വിമാനത്തിലാണെങ്കിൽ ആകൂ. അത്രയും ചെലവ് കൂടുതലാണ് വാസ്തവത്തിൽ ഈ പ്രക്രിയ വഴി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു വിഷയമാകണം, കൈവിലം കിട്ടു കൊണ്ടുവന്നിരിക്കുന്ന ജനങ്ങൾ അറിയണം, അങ്ങനെ ആരും അങ്ങോട്ട് വരാതിരിക്കണം. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. യാത്രാ വിമാനത്തിൽ കയറ്റി അയക്കണമെങ്കിൽ അതിന് സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കണം. ഞാൻ നേരത്തെ ലൂസ് സ്റ്റോക്കിലോ മറ്റോ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരിക്കൽ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ ഞാനിരിക്കുമ്പോൾ ഒരു മലയാളിയെ ഇങ്ങനെ ഇമിഗ്രേഷൻ പോലീസ് പിടിച്ചുകൊണ്ട് കൈവിലങ്ങ് വെച്ച് കൊണ്ടിരുന്നുണ്ട്. അവൻ ബഹളം വെക്കുന്നുണ്ട്, കുതറി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. അവനെ ഈ വിമാനത്തിൽ ഇരുത്താൻ ശ്രമിക്കുന്ന കൈവിലങ്ങ് അഴിച്ച്. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല, അവൻ എണീറ്റ് നിൽക്കുക. ഒടുവിൽ ക്യാപ്റ്റൻ ഒന്ന് പറഞ്ഞു, എൻ്റെ സമയം പോകും, ഇവനെ ഇരുത്താൻ നിങ്ങൾക്ക് കഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അവനെ തിരിച്ചു കൊണ്ടുപോയി വന്നു. അതാണ് ഒരു പ്രശ്നം. യാത്രാ വിമാനത്തിന് ഒരുപാട് നൂലാമാലകളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ച് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. മിലിറ്ററി വിമാനങ്ങൾക്ക് ഒരുപാട് ഇളവുകളുണ്ട്, ഞൊടിയിടയിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി കാത്തിരുന്നാൽ ഒരുപാട് കാലമെടുക്കും. 10-20 വർഷം വരെ അമേരിക്കൻ സർക്കാർ ചെലവ് കൊടുത്ത് അവരെ നയിക്കേണ്ടി വരും. അതിലൊന്നും അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ട്രംപ് നടപടി എടുക്കുന്ന ആളാണ്, അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രയധികം വികാരം കൊള്ളുന്ന ഇവർ ഇതിനു മുൻപ് ആയിരക്കണക്കിന് ആളുകളെ ഗൾഫ് രാജ്യങ്ങൾ ഇതുപോലെ മനുഷ്യവിരുദ്ധമായി ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് പറയാത്തത്? ഇന്ത്യക്കാരടക്കം ധാരാളം പേര്, നമുക്കറിയാം സൗദി അറേബ്യ, ഞാൻ ചുമ്മാ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. സൗദി അറേബ്യയിൽ ഒരു വാർത്ത കണ്ട് ഞെട്ടിപ്പോയി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയാണ്. 10,000 ഡിപ്പോർട്ടഡ്, 21,000 അറസ്റ്റഡ്. സൗദി അറേബ്യ ലോഞ്ചസ് മാസീവ് ക്രാക്ക് ഡൗൺ അഗൈൻസ്റ്റ് മോസ്റ്റ് ഫ്രം ദിസ് കൺട്രി, ദ നെയിം ഈസ് എന്ന് പറഞ്ഞ്, കൂടുതലും എത്യോപ്യക്കാരാണ്. ഈ 2 ദിവസത്തിനകം സൗദി അറേബ്യ 21,000 പേരെ അറസ്റ്റ് ചെയ്തു, 10,000 പേരെ ഡിപ്പോർട്ട് ചെയ്തു എന്ന വാർത്ത വന്നിരിക്കുന്നു. ഞാൻ മറ്റ് പത്രങ്ങളിലൊക്കെ നോക്കി, കഴിഞ്ഞ 2-3 ദിവസത്തിനിടയിൽ അനേകായിരങ്ങളെ സൗദി അറേബ്യ പിടികൂടിയിരിക്കുന്നു. അവരെയൊക്കെ ജയിലിൽ അടയ്ക്കുന്നു. എന്നിട്ട് അവരെയൊക്കെ ഡിപ്പോർട്ട് ചെയ്യുന്നത്. അവരെങ്ങനെ ഡിപ്പോർട്ട് ചെയ്യുന്നത്? ₹1 പോലും മുടക്കാതെ ഇവരെയൊക്കെ അതാത് രാജ്യങ്ങളുടെ എംബസിയെ ഏൽപ്പിക്കുകയാണ്. അതായത് അനധികൃതമായി എത്തിയവരോടൊക്കെ പറയുന്നു, വേണേ കൊണ്ടുപോക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു, ഞങ്ങളുടെ ജയിൽ കഷ്ടമാണ്. അതുകൊണ്ട് അതാത് രാജ്യങ്ങളുടെ എംബസി ഇവരെ ഏറ്റെടുക്കുന്നു. ഇവരെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം സൗദിക്കുണ്ട്. ഈ എംബസി എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി സന്നദ്ധ സംഘടനകളുടെ കയ്യിലോ അല്ലെങ്കിൽ രാജ്യത്തു നിന്ന് ഫണ്ട് ഉണ്ടാക്കി തിരിച്ചയച്ചോണം, ഇല്ലെങ്കിൽ ഇവരൊക്കെ ജയിലിലേക്ക് പോകും. ഇങ്ങനെ അമേരിക്ക ചെയ്താൽ അമേരിക്ക ലാഭമാണ്. പക്ഷെ അമേരിക്ക ചെയ്യില്ല. കാരണം അതാത് എംബസികൾ ഏറ്റെടുക്കില്ല. എന്ന് മാത്രമല്ല, ഇവർ വീണ്ടും മുങ്ങിപ്പോകും. അറസ്റ്റ് ചെയ്തത് വെറുതെയാകും. കഴിഞ്ഞ കുറേ കാലമായി അമേരിക്ക ഇതൊക്കെ പരീക്ഷിച്ചതാണ്. എംബസികളെ സഹായം തേടിയതാണ്, തിരിച്ചയക്കാൻ വേണ്ടി. ഇതൊക്കെ ഇവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഇവർ അസൈലം സീക്കർ അല്ലെങ്കിൽ അഭയാർത്ഥി അപേക്ഷ കൊടുക്കും. അഭയാർത്ഥി അപേക്ഷ കൊടുത്താൽ അമേരിക്കയിലെ നിയമം അനുസരിച്ച് അപേക്ഷയിൽ തീരുമാനമുണ്ടാകുന്നത് വരെ അവരൊന്നും ചെയ്യാൻ കഴിയില്ല. തീരുമാനം ഉണ്ടാകാൻ 8-10 വർഷം എടുക്കും. അത്രയും കാലം അമേരിക്ക തീറ്റിപ്പോറ്റണം. സൗദി അറേബ്യയ്ക്ക് അങ്ങനൊന്നുമില്ല. സൗദി അറേബ്യ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എംബസികൾ തിരിച്ചയച്ചോളും, ഇല്ലെങ്കിൽ ജയിലാണ്, അവർക്ക് പിന്നെ ജീവിതമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരും. മാത്രമല്ല, സൗദി അറേബ്യ എക്കാലത്തും ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് നടത്തുന്നു ലേബർ ക്യാമ്പുകളിൽ. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊടും ക്രിമിനൽ കുറ്റവാളികളെ പോലെ ജയിലിലടക്കുന്നു. അവരെ ഭീകരമായി ഉപദ്രവിക്കുന്നു, തലമൊട്ടയടിക്കുന്നു, വലിയ ക്രിമിനൽ കുറ്റവാളികളായി ട്രീറ്റ് ചെയ്തിട്ട് ഇവരെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ തിരിച്ചയക്കുന്നു. പൊതുമാപ്പ് എന്നൊക്കെ പറയുന്നത്, പലപ്പോഴും ഈ പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അർത്ഥം എന്താ? ഇവരെ സർക്കാർ കാശ് മുടക്കി കൂട്ടായിക്കുന്നതാണ്? അല്ല. ഇതുപോലെ തന്നെ എംബസിക്ക് കൈമാറും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്ന മതിയിരിക്കും. അല്ല, അവിടെ നിയമം അങ്ങനെയാണ്. ഇത് എത്രയോ തവണ സംഭവിച്ചു. എന്നിട്ട് ആരും ബഹളം വെച്ചിട്ടില്ല, നിലവിളിച്ചിട്ടില്ല, മനുഷ്യാവകാശം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ 2013 ഒരു വാർത്ത പ്രേക്ഷകരെ കാണിക്കാം. ഹ്യൂമൻ റൈറ്റ് വാച്ച്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയാണ്.
അവരെഴുതിയിരിക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ വന്നിരിക്കുന്ന വിശദമായ ഫീച്ചറാണ്. 2013 വന്നതാണ്. ഡീറ്റൈൻഡ് ബീറ്റൺ ഡിപ്പോർട്ടഡ് സൗദി അറേബ്യ അഗെയിൻസ്റ്റ് മൈഗ്രന്റ് ഡ്യൂറിംഗ് മാസ് എക്സ്പ്ലഷൻ. ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, ഭീകരമായി മർദ്ദിക്കുന്നു, എന്നിട്ട് ഇവരെ പുറത്താക്കിയിരിക്കുന്നു. വിശദമായ പഠന റിപ്പോർട്ടാണ് സൗദി അറേബ്യയെക്കുറിച്ച് ഇവർ സമ്മറി ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഓൺ November 4, 2013, the first day of the Islamist New Year, Saudi police and labor authorities launched a nationwide campaign to locate, detain and deport undocumented migrant workers. The campaign followed an April 2013 amendment to the labor law that empowered police and labor authorities to enforce labor code provisions against undocumented workers, including detention and deportation for working for someone other than a designated employer. നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ ആ വർക്ക് പെർമിറ്റ് ഉള്ള ആളുടെ അടുത്ത് മാത്രം വർക്ക് ചെയ്യണം. 2013 നിയമം കൊണ്ടുവന്നു. ആരെ വേണമെങ്കിലും പീഡിപ്പിച്ച് തിരിച്ചയക്കാൻ. ഇവർ പറയുന്നു, ദ ക്യാമ്പയിൻ ഹാസ് കൺസിസ്റ്റഡ് ഓഫ് റെയ്ഡ്സ് ഓൺ നെയ്ബർഹുഡ്സ് ആൻഡ് ബിസിനസ് ആൻഡ് ID checks or checkpoints. ID ചെക്ക് പരിശോധിക്കുന്നു, സ്ഥാപനങ്ങളിൽ കയറുന്നു. It is resulted the detention of 20,000 workers in first 2 days alone and continued in phase over the next year and a half. In April 2014, Saudi Interior Ministry official confirmed that they had deported 4,27,000. 2 ദിവസം കൊണ്ട് 20,000 പേരെ പിടിച്ചു. അവർ പിന്നീട് പുറത്തോട്ട് 4,27,000 പേരെ പിടിച്ചു. എന്നിട്ട് റിപ്പോർട്ട് പോവുകയാണ്. മനുഷ്യരെ പോലല്ല കരുതിയത്, ഭീകരമായി മർദ്ദിച്ചു. ആരൊക്കെ? പോലീസ് മാത്രമല്ല, ഇവരെ പിടികൂടുമ്പോൾ നാട്ടുകാർ, അറബികൾ ഇവരെ മർദ്ദിച്ചു. പലരും കൊല്ലപ്പെട്ടു നാട്ടുകാരുടെ മർദ്ദനമേറ്റ്. അങ്ങനെ അതിദയനീയമായ അതിഭീകരമായ കൊലപാതകമടക്കമുള്ള പ്രക്രിയയിലൂടെയാണ് ലക്ഷക്കണക്കിന് ആളുകളെ സൗദി കയറ്റിവിട്ടത് എന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത്. എല്ലാ രാജ്യക്കാരും, ഇന്ത്യക്കാരടക്കം, ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നതും ദുരന്തം അനുഭവിച്ചതും ഒക്കെ എത്യോപ്യക്കാരാണ്. എന്തുകൊണ്ട് ഒരു പത്രവും മനുഷ്യത്വരാഹിത്യത്തിനെതിരെ ശബ്ദമുയർത്തിയില്ല? എന്തുകൊണ്ട് സൗദിക്കെതിരെ ഇന്നും ആരും പ്രതികരിക്കുന്നില്ല? സൗദിയിൽ ഇരുന്നു കൊണ്ട് സൗദിയുടെ കാര്യം മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് അങ്ങനെയാണ്. അവിടെ അനധികൃതമായി എത്തുന്നവരെ അവർ ദയമില്ലാതെ കൈകാര്യം ചെയ്യും. ഒരു ദയമില്ല. അവർ പൊതുമാപ്പെന്ന് പറഞ്ഞ് കൈമാറ്റം ചെയ്യുന്നവരെ തിരിച്ചയക്കേണ്ട ബാധ്യത അതാത് രാജ്യങ്ങൾക്കുണ്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും പുറം ലോകം കാണാൻ കഴിയില്ല. ഇവിടെ അമേരിക്ക ചെയ്യുന്നതോ അവരുടെ കാശ് മുടക്കി അവരിവിടെ കൊണ്ടുവിടുന്നു. ഒരു മർദ്ദനവും നടത്തുന്നില്ല. ഇവരാരും പറയുന്നില്ല. അവരുടെ കാശ് മുടക്കി ഇവിടെ കൊണ്ടുവിടുന്നു. നിയമവിരുദ്ധമായി അവരവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കില്ല. ഇവരെങ്ങനെയാണ് എത്തിയത്? എങ്ങനെയാണ് ഇവരെത്തിയത്? അതുകൂടി പരിഗണിച്ചാൽ മാത്രമേ പൂർത്തിയാകൂ. ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട്. നാടുകടത്തൽ US എത്തിയവരുടെ സമാനതകളില്ലാത്ത ദുരിത ജീവിതം, മരണം മുന്നിൽ കണ്ട യാത്ര, അപമാനിതരായി മടക്കം. എന്നിട്ട് എഴുതുന്നു, US എത്തുന്നതിന് മുൻപ് കടന്നുപോയത് 7 രാജ്യങ്ങളിലൂടെ, കാടും മേടും കുന്നും കടലും നദിയും താണ്ടിയ യാത്ര, മർദ്ദനവും ഭീഷണിയും വിശപ്പും. ഒടുവിൽ US എത്തിയെങ്കിലും സ്വപ്നങ്ങൾ, അഭിമാനവും ജീവിതവും തകർന്ന് മടക്കം. സ്വപ്നഭൂമി തേടിപ്പോയവർ തിരിച്ചെത്തിയത് കൊടും കുറ്റവാളികളെ പോലെ കയ്യിലും കാലിലും വിലങ്ങുകളുമായി. അപമാനത്തിലെ തിരിച്ചെത്തിയ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. പിന്നെ ഇങ്ങനെ പോവുകയാണ്. എങ്ങനെ പോയി എന്ന ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, കഴിഞ്ഞ വർഷം ജൂലൈ 17 US കടക്കാനായി ഹരിയാന കുരുക്ഷേത്ര ഇസ്മയിലാബാദ് സ്വദേശി റോബിൻ ഹാൻഡയുടെ യാത്ര തുടങ്ങിയത്. ഗയാന, ബ്രസീൽ, പെറു, കൊളംബിയ, ഇക്വഡോർ, ഗാട്ടിമല എന്നീ രാജ്യങ്ങൾ കടന്ന് മെക്സിക്കോ അതിർത്തി വഴിയാണ് US എത്തിയത്. ഏജന്റുമാർക്ക് നൽകിയത് 45 ലക്ഷം രൂപ. അതായത് വീടും കൂടുമൊക്കെ പണയപ്പെടുത്തി 45 ലക്ഷം രൂപ കൊടുത്ത് പല രാജ്യങ്ങളിലൂടെ നടന്നും വണ്ടിയിൽ കയറിയും ഒളിച്ചിരുന്നും ഒക്കെയാണ് ഇവർ അമേരിക്കയിലെത്തിയത്, മെക്സിക്കോയിലെത്തി അമേരിക്കയിലെത്തിയത്. അങ്ങനെ എത്തിയവരെ ട്രംപ് ആവശ്യമില്ലാത്തതൊന്ന് തിരിച്ചയക്കുന്നു. ഇതിൽ നമ്മൾ എന്തിനാണെങ്കിലും ഞെട്ടുന്നതും നിലവിളിക്കുന്നതും? അത് അമേരിക്കയുടെ ആഭ്യന്തര കാര്യമാണ്. അത്തരം ശക്തമായ നിലപാട് ഇന്ത്യയും എടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അനധികൃതമായി ആരെയും പാർപ്പിക്കേണ്ടതില്ല. അങ്ങനെ പാർപ്പിക്കുന്നവർ ക്രിമിനലുകളായി മാറും. നമ്മുടെ രാജ്യത്തെ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടാകും. അതേസമയം മനുഷ്യത്വപരമായി സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പം മതപരമായ പീഡനം മൂലം ഒരാൾ പുറത്താക്കപ്പെട്ടാൽ തീർച്ചയായും അയാൾക്ക് അഭയം കൊടുക്കേണ്ടത് അത് മനുഷ്യത്വമാണ്. അതുപോലെ തന്നെ അമേരിക്കയോട് സഹകരിച്ചുകൊണ്ട് ഇന്ത്യ ആ ലിസ്റ്റിൽപ്പെട്ടവരെയെല്ലാം കൊണ്ടുവരുമെങ്കിൽ അമേരിക്കയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അതാരും ചെയ്യാത്തത് കൊണ്ടാണ്, അത്തരം ശ്രമങ്ങൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ നിലവിളിക്കൊണ്ട് ഒരു കാര്യവുമില്ല. അവർ അർഹിക്കുന്ന പരിഗണനയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വിലപിക്കുന്നവർ എന്തുകൊണ്ട് ഇതിനേക്കാൾ ഭയാനകമായി, മാരകമായി ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്.